ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. ഇത് താണ്ട ഫൈനൽ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എൽ ക്ലാസിക്കോ എന്നൊക്കെ പറയുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഔട്ട്കം നമുക്ക് കിട്ടിയൊരു ഫൈനൽ തന്നെയായിരുന്നു ഇത്. കോപ്പ ഡെൽ റേയുടെ ഫൈനൽ. സെവിയയിൽ നടന്ന മത്സരത്തിൽ ബാഴ്സ റയൽ മാഡ്രിഡിനെ 3-2 എക്സ്ട്രാ ടൈമിൽ 120 മിനിറ്റ് പോയ മത്സരത്തിൽ 3-2 ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ കാർലോ ആൻസലോട്ടിയുടെ റയൽ മാഡ്രിഡിനെ ഈ സീസണിൽ 3ാമത്തെ വട്ടം തോൽപ്പിച്ചത്. പക്ഷേ ഇത്തവണ കോപ്പ ഡെൽ റേ ഫൈനലിലായിരുന്നു എന്നുള്ളതായിരുന്നു. സോ മത്സരത്തിന് മുന്നോടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓൺ ദ ഫീൽഡ് ആൻഡ് ഓഫ് ദ ഫീൽഡ് ഉണ്ടായിരുന്നു. ഓഫ് ദ ഫീൽഡ് ആദ്യം പറയുകയാണെങ്കിൽ ഈ മത്സരത്തിൻ്റെ റഫറിയായ റിക്കാർഡോ ഡെ ബുർഗോസ് എല്ലാം ഓൾറെഡി ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടുന്നു. റയൽ മാഡ്രിഡ് TV റഫറീസിനെതിരായുള്ള ഒരു ആക്രമണങ്ങൾ കാരണം അവരും അവരുടെ പേഴ്സണൽ ലൈഫും വളരെയധികം ഇതിനാൽ സഫർ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു ഒരു വിക്ടിം മോഡൽ പ്രസ് കോൺഫറൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നു. സോ അതിൽ നടത്തുന്ന കമൻസിൻ്റെ ഭാഗമായിട്ട് ഫ്ലോറന്റീനോ പെരസൊക്കെ രംഗത്ത് വരുന്നു. ഇവർ ഇങ്ങനെയാണെങ്കിൽ ഈ റഫറീസിനെ മാറ്റണമെന്ന് ഫെഡറേഷന് അപ്പീൽ കൊടുക്കുന്നു. പക്ഷേ ഫെഡറേഷൻ ആ റിക്വസ്റ്റ് തള്ളിക്കളയാണ് ചെയ്തത്. സോ അതിനുശേഷം റയൽ മാഡ്രിഡ് കളിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ ഓപ്പൺ ട്രെയിനിങ് സെക്ഷനൊക്കെ ക്യാൻസൽ ചെയ്തായിരുന്നു. ബട്ട് എനിവേ മത്സരത്തിന് ഇറങ്ങി. പിന്നെ ഈ മത്സരത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ റയൽ മാഡ്രിഡിൻ്റെ റീസെൻറ്റ് ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബിളി ഒരു ബാഴ്സലോണയുടെ കയ്യിൽ നിന്നൊരു ഹ്യൂമിലിയേഷൻ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പല ഫാൻസിനും, റയൽ മാഡ്രിഡ് ഫാൻസിനടക്കം. കാരണം റയൽ മാഡ്രിഡിന് ഈ അടുത്തൊന്നും നല്ലൊരു പെർഫോമൻസ് അല്ല, എസ്പെഷ്യലി അഗെയിൻസ്റ്റ് ബാഴ്സ. സോ അത് എൽ ക്ലാസിക്കോൻ്റെ ഒരു വീറും വാശം ചിലപ്പോൾ ഈ മത്സരത്തിൽ ഉണ്ടായെന്ന് വരില്ല. മേ ബി ഒരു 1-handed ഗെയിം ആയിരിക്കും എന്നൊരു തോട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റായിരുന്നു എന്നുള്ളതാണ്. കാരണം പക്ഷേ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ലൈനപ്പും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് 4-3-1 ഫോർമേഷനിൽ അവർക്ക് ഉണ്ടായിരുന്നൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് അവരുടെ സ്ട്രൈക്കറായ ലെവൻഡോസ്കി ഇഞ്ചേർഡ് ആണ്. സോ ഫെറാൻ ടോറസ് ആണ് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ്. റയൽ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കിലിയൻ എംബാപ്പെ ഇല്ലാണ്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ്. കിലിയൻ എംബാപ്പെ 100% ഫിറ്റ് ആയിരുന്നില്ല. സോ ബെഞ്ചിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ സ്ഥാനം എന്നുള്ളതാണ്. അവർ ഏറെക്കുറെ 4-3-1 ഫോർമേഷനിൽ കൈൻഡ് ഓഫ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് മത്സരം തുടങ്ങി ഫസ്റ്റ് ഹാഫ് തുടക്കം തുടങ്ങി തന്നെ ഇറ്റ് വാസ് ബാഴ്സ ഡോമിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട്. എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡിന് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ബാഴ്സയ്ക്ക് ഡോമിനേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടെ പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടാറ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായ അറ്റാക്കിങ്ങിന് പോകുക അല്ലെങ്കിൽ ബാഴ്സ ഡിഫൻസ് പൊട്ടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് തങ്ങളുടെ ഡിഫൻസ് പൊട്ടാതിരിക്കുക, ബാഴ്സയുടെ അറ്റാക്കിനെ എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ളതായിരുന്നു. ഓഫ് ദ ബോൾ വർക്ക് ഒരു 4-1-4-1 അല്ലെങ്കിൽ ഒരു 4-2-3-1 ഫോർമേഷനിൽ തന്നെയാണ് അവർ ഓഫ് ദ ബോൾ അണിനിരന്നിരുന്നത് റയൽ മാഡ്രിഡ്. സോ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ ബാഴ്സയുടെ അറ്റാക്ക് ബിൽഡപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ബോഡീസ് ത്രോ ഇൻ ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. സോ ബാഴ്സയുടെ അറ്റാക്ക് മിക്കതും വന്നിരുന്നത് വിങ്ങിലൂടെയായിരുന്നു. ആൻഡ് റയലിലായിരുന്നു നോക്കുകയാണെങ്കിൽ പ്രസ്സിങ് വളരെ ഷോക്കായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1-man പ്രസ്സിംഗ് ആണ്. ഈ 4-2-3-1 ഒക്കെ നിൽക്കും, ഓഫ് ദ ബോൾ നിൽക്കുമ്പോൾ ഒരു 1-man പ്രസ്സിംഗ് ആണ്. 1-man ആയിട്ട് നിന്നിരുന്ന വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു പ്രൈമറിലി. സോ കാര്യമായിട്ട് പ്രസ്സിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് ഈസി ആയിട്ട് പന്ത് മൂവ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു, പന്ത് റിക്കവർ ചെയ്യാനും കഴിയുന്നുണ്ടായിരുന്നു, അതിനനുസരിച്ച് ബിൽഡ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ക്രോസുകൾ എപ്പോഴും അങ്ങോട്ട് പ്രിസൈസായിട്ട് വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോൾ കണ്ടെത്താനായിട്ട് 23ാമത്തെ മിനിറ്റ് അവർക്ക് കാത്തുകണ്ടി വന്നതാണ്. 23ാമത്തെ മിനിറ്റിൽ ഈ പറഞ്ഞ പോലെ റൈറ്റ് വിങ്ങിൽ ലെമിൻ യമാലിൻ്റെ വകയുള്ളൊരു അറ്റാക്കിംഗ് സാധ്യതയായിരുന്നു. അവിടെ ബോക്സിലേക്ക് തട്ടി കയറി ലെമിൻ യമാൽ. അപ്പോഴേക്കും റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് എല്ലാം വന്നു ആ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലെമിൻ യമാലിൻ്റെ വക നല്ലൊരു ഷോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ 23ാമത്തെ മിനിറ്റിൽ പ്ലേയേഴ്സ് എല്ലാം അണിനിരുന്നു ലെമിൻ യമാൽ ആ ഷോട്ട് എടുക്കാൻ അനുവദിക്കരുത് എന്നുള്ളത്. പക്ഷെ അവിടെ ലെമിൻ യമാൽ ചെയ്തൊരു വളരെ എന്താ പറയുക ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബി സെക്ഷനിലേക്ക് ആ ഒരു പന്ത് ലെമിൻ യമാൽ വെച്ച് കൊടുത്തുള്ളതാണ്. പക്ഷെ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ക്യാമറ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ പെഡ്രി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു സ്ക്രീനിലേ ഇല്ലെന്ന് മനസ്സിലാവും. അത്രയും ദൂരത്തു നിന്നാണ് പെഡ്രി ഓടി വരുന്നത്. സോ അത് ക്യാച്ച് ചെയ്യാനായിട്ട് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് യമാലിന് അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. പെഡ്രി വളരെ ദൂരത്തുനിന്ന് ഓടി വന്നു. കൂടുതൽ പ്ലേയേഴ്സ് യമാലിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ബോക്സിലേക്ക് വന്നുകൊണ്ടാവണം ആ ഡി സെക്ഷൻ്റെ അവിടേക്ക് കവർ ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. സോ പെഡ്രി ദൂരത്തുനിന്ന് ഓടി വരുന്നു ആ ഡി സെക്ഷൻ്റെ എഡ്ജിൽ വെച്ചിട്ട് ഒരു സ്ക്രീമർ ഷോട്ട് അവിടെ പെഡ്രിയുടെ വക. കോട്ടോയ്ക്ക് ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് മൂലയ്ക്ക് പോസ്റ്റിൻ്റെ അടുത്തേ മൂലയ്ക്ക് കറക്റ്റായിട്ട് ചെന്ന് കയറി. അങ്ങനെ 23ാമത്തെ മിനിറ്റിൽ സെവിയ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ബാഴ്സ റയലിനെതിരെ ലീഡ് എടുത്തു എന്നുള്ളതാണ്. സോ അപ്പോഴേ ഞാനൊക്കെ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഇതും കഴിഞ്ഞ മത്സരങ്ങളെ പോലെ ഒരു ഹ്യൂമിലിയേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം റയലിനൊരു കൺട്രോളും കിട്ടുന്നില്ല മത്സരത്തിൽ. ബാഴ്സ അവിടെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു, അവർ പിടിച്ചു നിർത്താനും കഴിഞ്ഞില്ല. സോ ഇനിയിപ്പോൾ അങ്ങോട്ടും ആ ഒരു പഴയ ഹ്യൂമിലിയേഷൻ സ്റ്റൈലിലേക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ്. റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് നിന്ന് 2 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ 2 അവസാനം ഓഫ് സൈഡിലാണ് അവസാനിച്ചത്. അങ്ങനെ ഫസ്റ്റ്
ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ലാതെ കാര്യമായിട്ട് ഒരു മാർക്ക് കൊടുക്കാൻ പോലും കാര്യമായിട്ടൊരു പ്രിന്റ് വെക്കാൻ കഴിയാതെ തന്നെ റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കാർലോ ആൻസലോട്ടിക്ക് ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ എന്നുള്ളതാണ്. കാരണം ബാഴ്സയുടെ അറ്റാക്കിനെ പിടിച്ചു നിർത്താനായിട്ട് ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞില്ല, അവരൊരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനി എന്തായാലും ഇതേ സെയിം ടാറ്റിക്സ് വെച്ച് പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഡിഫെൻഡ് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല, വി ഹാവ് ടു സ്കോർ എന്നൊരു തീരുമാനത്തിലേക്ക് കാർലോ ആൻസലോട്ടി എത്തി. കാർലോ ആൻസലോട്ടി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ചേഞ്ചസ് വരുത്തി എന്നുള്ളതാണ്. സോ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ റോഡ്രിഗോനെ പിൻവലിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പേനെ മത്സരത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. റോഡ്രിഗോയുടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ കുറച്ച് നിമിഷങ്ങളിൽ ഒരു 2-man പ്രസ്സിങ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജി വന്നപ്പോൾ വിനീഷ്യസിൻ്റെ കൂടെ ഫ്രണ്ട് ലൈനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് റോഡ്രിഗോ ഡിഫൻസിലേക്ക് വലിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ലൈനിലാകെ വിനീഷ്യസ് ജൂനിയർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ റോഡ്രിഗോയ്ക്ക് വലിയ കാര്യമായിട്ട് റോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കിലിയൻ എംബാപ്പെ ഇറങ്ങിയ ഫ്രണ്ട് ലൈനിൽ കുറച്ചുകൂടി സ്പീഡ് കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ വന്നു എന്നുള്ളതാണ്. റോഡ്രിഗോ സ്പീഡ് ഫാസ്റ്റ് അല്ലെന്നല്ല പറയുന്നത്, പക്ഷേ കിലിയൻ എംബാപ്പെ ഹാഡ് എ ബെറ്റർ ഇമ്പാക്ട് ഇൻ ദാറ്റ് ഗെയിം. എനിവേ അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ലുക്കാസ് വാസ്കസിനെയും സെബയോസിനെയും പിൻവലിച്ചുകൊണ്ട് മോഡ്രിച്ചിനെയും അതേപോലെ ആഡ ഗൂലറിനെ ഇറക്കി വിടാനായിട്ട് കാർലോ ആൻസലോട്ടി തയ്യാറായി. കുറച്ച് ബ്രേവ് ഡിസിഷൻസ് ആണ് അതെല്ലാം. അത് കറക്റ്റായിട്ട് അത് പേ ഓഫ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിനുശേഷം റയൽ അത്യാവശ്യം പന്ത് വിൻ ചെയ്യാൻ തുടങ്ങി. പൊസിഷൻ അധികം കീപ്പ് ചെയ്ത് നിർത്താനായിട്ടൊന്നും നോക്കിയില്ല. പന്ത് റിക്കവർ ചെയ്യുക, ഉടനെ തന്നെ അറ്റാക്ക് ചെയ്ത് ബാഴ്സയുടെ അറ്റാക്കിംഗ് തേർഡിലേക്ക് എത്തുക എന്നുള്ളതിനായിരുന്നു റയലിൻ്റെ പ്ലാൻ. അത് ഫ്രണ്ടിലുള്ള എംബാപ്പയും വിനീഷ്യസും പോലുള്ള പ്ലേയേഴ്സിൻ്റെ സ്പീഡും കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് കറക്റ്റായിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വിനീഷ്യസിനും എംബാപ്പയ്ക്കും അവസരങ്ങൾ കിട്ടിയത്. അപ്പോഴാണ് ഗോൾ കീപ്പറായ ബാഴ്സയുടെ ഗോൾ കീപ്പറായ ഷെസ്നിക്കെല്ലാം അത്യാവശ്യം മത്സരത്തിൽ പണിയെടുക്കേണ്ടി വന്ന് തുടങ്ങിയത് എന്നുള്ളതാണ്. അവിടെയും ബെല്ലിംഗാമിൻ്റെ റോൾ എടുത്തു പറയേണ്ടതാണ്. നല്ല രീതിയിൽ റിക്കവറീസും ഡ്രിബിൾ ചെയ്ത് പന്ത് അറ്റാക്കിംഗ് തേർഡിലേക്ക് വെച്ചു കൊടുക്കുന്നതിൽ അറിയാം ബെല്ലിംഗാം സ്ഥിരം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് റയൽ മാഡ്രിഡിന് വേണ്ടി. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അത് എടുത്ത് കാണേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിൽ എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെ 70ാമത്തെ മിനിറ്റിലാണ് റയൽ മാഡ്രിഡിന് അവരുടെ ആദ്യത്തെ ഗോൾ നേടാൻ കഴിഞ്ഞത്. ബോക്സിന് വെളിയിൽ വെച്ചിട്ടൊരു ഫ്രീ കിക്ക് ചാൻസ് അത് കിലിയൻ എംബാപ്പേനെ വീഴ്ത്തി എനിക്ക് കിട്ടിയൊരു ഫ്രീ കിക്ക് ചാൻസ് ആയിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ വന്ന ഗോളുകളിലെല്ലാത്തിലും ഒരു ഡിഫെൻസീവ് എറർ, ഒരു മേജർ എറേഴ്സ് എടുത്തു പറയാനുണ്ടെന്ന് തോന്നിയായിരുന്നു. അതിലിപ്പോൾ 70ാമത്തെ മിനിറ്റിൽ വന്ന ഈ ഗോളിൽ എടുത്തു പറയേണ്ട എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ കിക്കിന് വേണ്ടി ഡിഫൻസീവ് വാൾ സെറ്റ് ചെയ്യുന്ന ഗോൾ കീപ്പറിൻ്റെ ഡ്യൂട്ടിയാണ്. ഷെസ്നി ഡിഫൻസീവ് വാൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് അവിടെ മനപ്പുറം വിടുന്നത് കാണായിരുന്നു. മേ ബി ഷെസ്നിയുടെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും കിലിയൻ എംബാപ്പയുടെ ഷോട്ട് വന്നാലും ആ ഒരു സ്പേസിലൂടെ വരുന്ന ഷോട്ട് തടയാൻ എനിക്ക് കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നിട്ടുണ്ടാവാം. ബട്ട് എനിവേ ആ കോൺഫിഡൻസ് തെറ്റിയെന്ന്, ആ ഒരു കോൺഫിഡൻസിന് ഒരു വലിയ വില തന്നെ ഷെസ്നി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം ആ ഗ്യാപ്പിലൂടെ തന്നെയാണ് കിലിയൻ എംബാപ്പെ ഷോട്ട് പായിച്ചത് എന്നുള്ളതാണ്. ഹൈറ്റിൻ്റെ വലിയ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാത്ത ഷോട്ട് തന്നെയായിരുന്നു. പക്ഷേ ഷെസ്നിക്ക് അത് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല, തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 70ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിന് വേണ്ടി ഈക്വലൈസിങ് ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. ആൻഡ് 77ാമത്തെ മിനിറ്റിൽ 7 മിനിറ്റിന് ശേഷം റയൽ മാഡ്രിഡ് ലീഡിംഗ് ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഇറ്റ് വാസ് ലൂക്കാസ് വാസ്കസിൻ്റെ ആരഗുലറിൻ്റെ വകയുള്ളൊരു കോർണർ കിക്കായിരുന്നു. സോ അതിലേക്ക് അവിടെ ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് പറയാനായിട്ട് തോന്നുന്ന ജൂൾസ് കോണ്ടയുടെ കാര്യമാണ് പറയാനുള്ളത്. ജൂൾസ് കോണ്ടെ ചാമണിയായിരുന്നു ജൂൾസ് കോണ്ടയ്ക്ക് പേരായിട്ട് വന്നിരുന്നത്. സോ പെനാൽറ്റി സ്പോട്ടിൽ നിന്നാണ് 2 പ്ലേയേഴ്സ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. സോ കോർണർ കിക്ക് വരുന്നു, ചോമണി സെൻട്രൽ ഏരിയയിലേക്ക് ഓടിക്കയറുന്നു. പക്ഷെ അവിടെ ജൂൾസ് കോണ്ടയ്ക്ക് കറക്റ്റായിട്ട് ചോമനിയുടെ കൂടെ കീപ്പപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. മറ്റുള്ള പ്ലേയേഴ്സിൻ്റെ മിക്സ് വന്നപ്പോൾ എങ്ങനെയാണ് ചോമനിയായിട്ടുള്ള ഒരു ശ്രദ്ധ പോയി എന്ന് തന്നെ പറയാം. ചോമനിക്കൊരു ഫ്രീ ഹെഡർ തന്നെ അവിടെ കിട്ടി, സെൻട്രൽ ഏരിയയിൽ കൂടെ തന്നെ സ്കോർ ചെയ്തു എന്നുള്ളതാണ് ഒരു ഹെഡർ വഴി. സോ അങ്ങനെ 77ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡ് കളിക്ക് വിപരീതമായെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കളിയിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് ബാഴ്സ തന്നെയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഡോമിനേഷൻ്റെ ഫലം അവർക്ക് 77ാമത്തെ മിനിറ്റിൽ കിട്ടിയ ഒരു ഈക്വലൈസിങ് ഗോൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ലീഡിംഗ് ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 70ാമത്തെ മിനിറ്റിൽ ഈക്വലൈസിങ് ഗോളും 77ാമത്തെ മിനിറ്റിൽ ലീഡിംഗ് ഗോളും കണ്ടെത്തി എന്നുള്ളതാണ്. സോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ബാഴ്സ ഹാഡ് ബെറ്റർ ചാൻസസ്, ബട്ട് റയൽ മാഡ്രിഡ് അവർക്ക് കിട്ടിയ അവസരങ്ങൾ മുതലാക്കി സെക്കൻഡ് ഹാഫിൽ കൂടുതൽ അറ്റാക്കിംഗ് ഗെയിം കളിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ ഡിഫെൻസീവ്ലി പിടിച്ചു നിൽക്കുകയും അതേപോലെ കിട്ടിയ അവസരങ്ങളിൽ നിന്ന് മുതലാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞു. സോ റയൽ മാഡ്രിഡ് കളി ചിലപ്പോൾ ജയിച്ചെന്ന് വരും. ബാഴ്സ നല്ലൊരു പെർഫോമൻസ് പുറത്തെടുത്തെങ്കിലും കാർലോ ആൻസലോട്ടിയുടെ ടീം ഒരു വിന്നുമായിട്ട് സെവിയിൽ നിന്ന് പോകുമെന്ന് കരുതിയ സമയത്താണ് 84ാമത്തെ മിനിറ്റിൽ ആ ഒരു അടുത്തൊരു ക്രൂഷ്യൽ മിസ്റ്റേക്ക് മത്സരത്തിൽ വന്നത് എന്നുള്ളതാണ്. സോ ലെമിൻ യമാൽ ഹാഫ് ലൈനിൻ്റെ അവിടെ നിന്നൊരു ലോഫ്റ്റഡ് ബോൾ വെച്ച് കൊടുക്കുകയാണ്. ഫെറാൻ ടോറസ് എന്ന സ്ട്രൈക്കറായിട്ടുണ്ടായിരുന്നു. സോ ഫെറാൻ ടോറസിന് മുൻപേ ഡിഫെൻസീവ് ലൈനിൽ കുറച്ചും കൂടി മുന്നിട്ടായിരുന്നു റുഡിഗർ നിന്നുകൊണ്ടിരുന്നത്. സോ റുഡിഗറിന് ഈസി ആയിട്ട് അത് കളക്ട് ചെയ്യാൻ അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഐ തിങ്ക് റുഡിഗറിന് ഒരു ചെറിയ ഇഞ്ചുറി കൺസേൺ കളയുന്നു. കാലിൽ ബാൻഡേജ് ഒക്കെ ചുറ്റിയിട്ടാണ് ആൾ കളിച്ചുകൊണ്ടിരുന്നത്. സോ മേ ബി അതിൻ്റെ പ്രശ്നമായിരിക്കാം. ഫെറാൻ ടോറസിന് റുഡിഗറിനെയും വെട്ടിച്ച് ഓടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് സെയിം ടൈം തന്നെ ഗോൾ കീപ്പറെ കോട്ട് ആ പന്ത് ഫസ്റ്റ് ടൈം ഡീൽ ചെയ്യണം എന്നുള്ളൊരു
മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഡിഫൻഡറും ഗോൾ കീപ്പറും തമ്മിൽ. ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിലേക്ക് കോട്ടോ ഓടിക്കേറി വന്നു പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിലേക്ക് എന്നുള്ളതാണ്. സോ ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം റുഡിഗർ കറക്റ്റായിട്ട് പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിലേക്ക് എത്തുന്നതും കോട്ടും എത്തുന്നതും അതിൻ്റെ ഒത്ത നടുക്കുകൊണ്ട് പന്തും കൊണ്ട് ആ പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിൽ കൂടെ രണ്ട് പ്ലേയേഴ്സിൻ്റെ ഇടയിൽ കൂടെ പന്തും കൊണ്ട് പോകാൻ ഫെറാൻ ടോറസിന് കറക്റ്റായി കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ട് പ്ലേയേഴ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു ഓപ്പൺ ബോക്സിലേക്ക് റുഡിഗർ പിറകെ ഓടുന്നൊരു സാഹചര്യം വരേണ്ടി വന്നു. ഫെറാൻ ടോറസ് അവിടെ പന്ത് ഓപ്പൺ പോസ്റ്റിലേക്ക് അടിച്ചു വിടുകയായിരുന്നു. റുഡിഗറിന് പിറകെ ഓടാനല്ലാണ്ട് വേറെ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഒരു വെരി ക്രൂഷ്യൽ മിസ്റ്റേക്ക്. കാരണം ആ ഒരു ക്രൂഷ്യൽ മിസ്റ്റേക്ക് അവിടെ മേ ബി ഗോൾ കീപ്പറായ കോട്ടോ വരുത്തിയില്ലായിരുന്നു. കോട്ടോ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ സ്റ്റാൻഡ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ആ ഒരു ഗോൾ അവിടെ വരില്ലായിരുന്നു. മേ ബി 2-1 ഒരു വിക്ടറിയുമായിട്ട് സെവിയയിൽ നിന്ന് ഫൈനൽ വിൻ ചെയ്ത് കാർലോ ആൻസെലോട്ടിക്കും ടീമിനും മടങ്ങാമായിരുന്നു. പക്ഷേ ആ ഒരു മിസ്റ്റേക്ക് വളരെ ക്രൂഷ്യലായി എന്നുള്ളതാണ്. ആൻഡ് 84ാമത്തെ മിനിറ്റിൽ ഈക്വലൈസിങ് ഗോൾ അവിടെ ബാഴ്സ കണ്ടെത്തി എന്നുള്ളതാണ്. ആൻഡ് മത്സരം പോയി പിന്നീട് 90 മിനിറ്റ് കഴിഞ്ഞ് 6 മിനിറ്റോളം എക്സ്ട്രാ ടൈം കൊടുത്തു. അവസാന മിനിറ്റ് എത്തിയപ്പോഴേക്കും ഒരു വലിയൊരു വിവാദമായേക്കാവുന്ന ഒരു സംഗതി നടന്നായിരുന്നു. റഫീനയുടെ ഒരു പെനാൽറ്റി ഡൈവ് എന്ന് പറയുന്നതായിരിക്കും ശരി. റോളസെൻഷ്യ ഫൗൾ ചെയ്തു എന്നുള്ള വ്യാജനയാണ് റഫീന ബോക്സിനകത്ത് കയറിയതിന് ശേഷം ഡ്രിബിൾ ചെയ്ത് മറന്നതിൻ്റെ ഇടയിൽ താഴേക്ക് വീഴുന്നത്. റഫറി തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് റഫറി വിസിലും വിളിച്ചു. പക്ഷേ റോളസെൻഷ്യ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. റോളസെൻഷ്യ എണീറ്റ് ഉടനെ തന്നെ അത് VAR നോക്കിക്കോളൂ, അത് ഗോളല്ല എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് VAR ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണ്, അത് എന്താ പറയുക, ടാക്കിൾ വെച്ചത് എന്തായാലും റഫീനയെ ടച്ച് ചെയ്തില്ല. പക്ഷെ പിറകിൽ ഒരു കൈ ഡൈവ് ടാക്കിൾ ചെയ്യുമ്പോൾ ഒരു കൈ വന്ന് പുറത്തടിക്കുന്നുണ്ട് റഫീനയുടെ, റോളസെൻഷ്യോൻ്റെ. പക്ഷെ അതൊരു ഹാർഡ് ടച്ച് എന്ന് പറയാൻ കഴിയില്ല, ഒരു സോഫ്റ്റ് ടച്ച് തന്നെയാണ്. ആൻഡ് റഫീന ബാക്കി അങ്ങോട്ട് അഭിനയിച്ച് തീർക്കുകയായിരുന്നു. സോ ഒരു ഡൈവ് തന്നെയായിരുന്നു അത്. എനിവേ VAR ചെക്കിൽ അവസാന നിമിഷം എന്നുള്ളത് ഓർക്കണം മക്കളുടെ അത്രയ്ക്കും. കാരണം ഓൾറെഡി റഫറീസിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ ഒരുപാട് രൂക്ഷ വിമർശനങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. റയൽ മാഡ്രിഡ് ടിവിയിലും ഓൾറെഡി ഔട്ട്സൈഡും വളരെ പ്രതിഷേധങ്ങൾ റഫറീസിനെതിരെയുണ്ട്. സോ അവരുടെ കമൻസും വളരെയധികം ചർച്ചാ വിഷയമായതാണ്. സോ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഡിസിഷൻ തെറ്റായി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോയേനെ അത്. ബട്ട് വലിയ വിവാദമൊന്നും ആയില്ല. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കോള് തന്നെയായിരുന്നു, അതൊരു ഡൈവായിരുന്നു എന്നുള്ളത്. ആൻഡ് റഫറി ഒരു മഞ്ഞക്കാർഡും കൊടുത്തു റഫീനയ്ക്ക് അതിന് വേണ്ടി എന്നുള്ളതാണ്. സോ അങ്ങനെ സെക്കൻഡ് ഹാഫ് അവസാനിച്ചു. റയൽ മാഡ്രിഡ് ശരിക്കും സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് മാത്രം നോക്കുകയാണെങ്കിൽ ജയിച്ചു പോകേണ്ട ഒരു മത്സരമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ വരുത്തിയ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ അവർ സെക്കൻഡ് ഹാഫിന് ശേഷം എക്സ്ട്രാ ടൈമിലേക്ക് കളി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫ് അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് തന്നെ വിനീഷ്യസ് ജൂനിയറിനെ പിൻവലിക്കാനായിട്ട് കാർലോ ആൻസെലോട്ടി തയ്യാറാകുന്നുണ്ട്. പകരം ബ്രഹീം ഡയാസിനെയാണ് കളത്തിലേക്ക് ഇറക്കി വിട്ടത്. ബാഴ്സയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജെറാർഡ് മാർട്ടിനെ പിൻവലിച്ചുകൊണ്ട് അറാജോനെ കളത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ട്. ഇനിഗോ മാർട്ടിനസ് ആണ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നിന്ന് പിന്നീട് വിങ് ബാക്ക് പൊസിഷനിലേക്ക് കളിച്ചത്. അറാജോ സെൻറ്റർ ബാക്ക് പൊസിഷനിലാണ് കളിച്ചത്. ഇനി സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം ടയർഡായി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു റയലിന് കുറച്ചും കൂടി പൊസിഷൻ കീപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ടൈമിലേക്ക് ഇതിപ്പോൾ കുറച്ചും കൂടി കഴിയുന്നുണ്ടായിരുന്നു. ഒരുപാട് പൊസിഷൻ കീപ്പ് ചെയ്ത് ബിൽഡ് ചെയ്യാനല്ല എങ്കിലും കമ്പാരേറ്റീവ്ലി ആ 90 മിനിറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് റയലിന് കഴിയുന്നുണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമിലാണ് രണ്ട് ടീമുകൾക്കും അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റയൽ ഒരുപാട് തവണ ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് കിട്ടിയ അവസരങ്ങൾ മുതലാക്കാനായിട്ട് ബാഴ്സയ്ക്കും കഴിഞ്ഞില്ല. സോ അങ്ങനെ മത്സരം 116ാമത്തെ മിനിറ്റിലേക്കൊക്കെ എത്തും. 115 മിനിറ്റൊക്കെ കഴിഞ്ഞു. സോ മേ ബി കോപ്പ ഡെൽ റേ ഫൈനലിൽ ഒരു പെനാൽറ്റിയിലായിരിക്കും അവസാനിക്കുക എന്നുള്ളൊരു ത്രില്ലിംഗ് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലായിരിക്കും മത്സരം അവസാനിക്കുക എന്ന് വെക്കുന്ന ഒരു സമയത്താണ് എഗെയിൻ ഒരു ക്രൂഷ്യൽ മിസ്റ്റേക്ക്. എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിലെ ഗോളുകൾ മിക്കതും വന്നത് മിസ്റ്റേക്സിലൂടെയാണ്. ആദ്യത്തെ ഒരു ഗോൾ മാറ്റിയെടുത്തി കഴിഞ്ഞാൽ പെഡ്രിയുടെ സ്ക്രീമർ ഗോൾ മാറ്റിയെടുത്തതിന് മിക്ക ഗോളുകളും വന്നത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിലൂടെ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ 116ാമത്തെ മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിൻ്റെയാണ് ബ്രഹീം ഡയസിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല. എനിവേ ലൂക്ക മോഡ്രിച്ചിൻ്റെ ഒരു പാസ്സായിരുന്നു അക്രോസ് ദ പിച്ച്, അതും റയൽ മാഡ്രിഡ് ബോക്സിൻ്റെ തൊട്ട് വെളിയിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ബ്രഹീം ഡയാസിന് ഉന്നം വെച്ച് കൊടുത്താണ് സെൻട്രൽ ഏരിയയിൽ. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹീം ഡയാസ് എക്സ്പെക്ട് ചെയ്തത് ഓക്കെ ഇതൊരു അറ്റാക്കിങ്ങിനുള്ള ബോളാണ്, സോ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് റിസീവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ത്രൂ ബോൾ പോലെ റിസീവ് ചെയ്താൽ മതി എന്നായിരിക്കാം ബ്രഹീം ഡയാസ് ഉദ്ദേശിച്ചത്. പക്ഷേ മോഡ്രിച്ച് വെച്ച് കൊടുത്ത പന്ത് ശരിക്കും ബ്രഹീം ഡയാസിൻ്റെ കാലുകളിലേക്ക്, മീൻ ബ്രഹീം ഡയാസ് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് ആ പന്ത് കളക്ട് ചെയ്യും എന്നുള്ളതായിരിക്കാം മോഡ്രിച്ച് വിചാരിച്ചിട്ടുണ്ടാവുക. എനിവേ ഇതിൻ്റെ നടുക്കിലേക്ക് ആ ഒരു കൺഫ്യൂഷൻ്റെ ഇടയിലേക്ക് കറക്റ്റായിട്ട് ജൂൾസ് കോണ്ടെ കയറി വരുന്നു. ആ ഡി സെക്ഷനിൽ വെച്ച് പന്ത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു തകർപ്പൻ ഗ്രൗണ്ടഡ് ഷോട്ട് വായിച്ചു. എഗെയിൻ കോട്ടുവ ബീറ്റണായി. ആ ഒരു ഗ്രൗണ്ടഡ് ഷോട്ട് ഒന്നും ചെയ്യാൻ കോട്ടുവയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കോട്ടുവ അവിടെ ബീറ്റണായി പോയി. മത്സരം ബാഴ്സ കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. ആ ഒരു മിസ്റ്റേക്സ്, രണ്ട് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്സ് ഈ ഒരു മത്സരത്തിൽ ഒരുപാട് ഗോളുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 116ാമത്തെ മിനിറ്റിൽ 3-2 ഗൊലാസോ സെലിബ്രേഷൻ ആയിരുന്നു ഫുള്ള്. ജൂൾസ് കോണ്ടെ ന്യൂ ഹീറോ അറ്റ് സെവിയെ കോപ്പ ഡെൽ റേ ഫൈനൽ. ആൻഡ്
നല്ല ലെങ്തി സെലിബ്രേഷൻ ആയിരുന്നു, 2 മിനിറ്റോളം നല്ല സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. കളി ജയിച്ച പോലെയുള്ള സെലിബ്രേഷൻ തന്നെയായിരുന്നു. പക്ഷേ അവിടെ കമൻറ്റേറ്റേഴ്സ് ഒക്കെ പറയുന്നു ഇനി 4 മിനിറ്റ് കളിക്കാനുണ്ട് എന്നുള്ളത്. കാരണം മത്സരം തുടങ്ങി പിന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ റയൽ മാഡ്രിഡിന് ഒരു പെനാൽറ്റി കിട്ടിയെന്ന് തോന്നിച്ചതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു ഓഫ് സൈഡ് ഇതുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു പെനാൽറ്റി അവിടെ വീണേനെ, കിലിയൻ എംബാപ്പേനെ വീഴ്ത്തിയതിന് അവിടെ ഒരു പെനാൽറ്റി റയൽ മാഡ്രിഡിന് കിട്ടിയേനെ എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായി പോയേനെ. ബട്ട് ഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചില്ല റയൽ മാഡ്രിഡിന്. അവസാനം പിന്നീട് കുറച്ച് നിമിഷങ്ങൾ കൂടി ഉണ്ടായിരുന്നുള്ളൂ, 2 മിനിറ്റ് എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് മത്സരം അവസാനിച്ചു. പക്ഷേ മത്സരം അവസാനിക്കാറൊക്കെ ആയപ്പോഴേക്കും തീ പാർന്ന സിറ്റുവേഷനായി അവിടെ. അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോൾ കിലിയൻ എംബാപ്പയ്ക്കെതിരെ ഒരു ഫൗള് വിളിച്ചതിന് റുഡിഗർ ഒരു 115-ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും ഇഞ്ചേർഡായിട്ട് ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നിരുന്നു. സോ പുറത്ത് വെടിയിൽ നിന്ന് ഒരു ഫൗള് വിളിച്ചതിന് റയൽ മാഡ്രിഡിൻ്റെ ഡഗ് ഔട്ട് മൊത്തം പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിനകത്ത് വാസ്കസ് എല്ലാം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം, ആ ലൈൻ വിട്ട് പ്രതിഷേധിക്കുന്നത്. അതിനിടയ്ക്ക് റുഡിഗറിൻ്റെ എന്തോ റെഫറിയുടെ ഭാഗത്തേക്ക് എടുത്ത് എറിയുന്ന ഒരു സീക്വൻസ് വന്നു. റുഡിഗറിനെ ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും റുഡിഗർ ഇപ്പം പിടിച്ച് അടിക്കും എന്നുള്ള ആംഗിളിലായിരുന്നു. ഒരുപാട് ബാക്ക് റൂം സ്റ്റാഫും അതേപോലെ പ്ലെയേഴ്സൊക്കെ പിടിച്ചു നിർത്തിയിട്ട് 3-4 പേര് പിടിച്ചു നിർത്തിയിട്ടാണ് റുഡിഗറിനെ അവിടെ നിന്ന് പിടിച്ച് നിർത്താൻ കഴിഞ്ഞതെന്നുള്ളതാണ്. എനിവേ മത്സരത്തിന് ശേഷം റുഡിഗറിനും ലൂക്കാസ് വാസ്കസിനും ജൂഡ് ബെല്ലിംഗാമിനും റെഡ് കാർഡ് കിട്ടിയതായിട്ട് പിന്നീട് കൺഫർമേഷൻ വന്നായിരുന്നു. ജൂഡ് ബെല്ലിംഗാം മത്സരത്തിന് ശേഷം റെഫറിയോട് നിന്ന് കയർക്കാൻ പോയതിനാണ് റെഡ് കാർഡ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. വാസ്കസും റുഡിഗറും ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട പ്ലെയേഴ്സ് ആയിരുന്നു. അവർ ഡഗ് ഔട്ടിൽ നിന്ന് ഉള്ള പ്രക്ഷോഭത്തിനാണ്, ഒരു പ്രതികരണത്തിനാണ് അവർക്ക് കിട്ടിയത്. അതിനകത്ത് എന്തായാലും റുഡിഗറിൻ്റെ കാര്യം വളരെ മോശമാണ്. എനിക്ക് മേ ബി ഒരു നല്ലൊരു ബാൻ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. റെഫറി നിൽക്കുന്ന ഏരിയയിലേക്ക് എന്തോ എടുത്ത് എറിയുന്ന ഒരു സീക്വൻസ് ആണ്. ഓൺ ഫീൽഡിൽ നിൽക്കുന്ന റെഫറിയുടെ എതിരെയാണ്. സോ എന്തായാലും നല്ലൊരു ബാൻ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ മിക്കവാറും ഈ ഒരു സീസൺ എന്തായാലും കഴിയും. അടുത്ത സീസണിലേക്കും അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും ലാ ലീഗയിൽ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിവേ സീസൺ ഫൈനലിൽ ഒരു മത്സരം പോലും നോക്കാത്ത ഹാൻസി ഫ്ലിക്ക് അങ്ങനെ ബാഴ്സേനെ മറ്റൊരു ട്രോഫിയിലേക്കും കൂടി എത്തിച്ചു എന്നാണ്. ഈ സീസണിൽ സൂപ്പർ കോപ്പ ഓൾറെഡി വിജയിച്ചായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോപ്പ ഡെൽ റേ വിജയിക്കുന്നു. ലാ ലീഗ കയ്യെത്തും ദൂരത്താണ്. ചാമ്പ്യൻസ് ലീഗും വിട്ടുപോയിട്ടില്ല. ചാമ്പ്യൻസ് ലീഗിന് ഇപ്പോൾ ബാഴ്സയുടെ അടുത്ത മത്സരം വരുന്നത് ഇന്ററിനെതിരെ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിലെ ഫസ്റ്റ് ലെഗാണ് വരുന്നത്. 2 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. സോ അവിടെ ശരിക്കും ചില ഫാൻസ് പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ ഒരു മത്സരം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ബാഴ്സയ്ക്കും മറ്റൊന്ന് ഇന്ററിനും ആണെന്നാണ്. കാരണം ഈ ഒരു പ്ലേയേഴ്സ് 120 മിനിറ്റ്സ് കളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഫാറ്റിഗും കൊണ്ട് വേണം ഇന്ററിനായിട്ടുള്ള ഫസ്റ്റ് ലെഗ് മത്സരം കളിക്കാനായിട്ട്. സോ അതിന് വലിയൊരു റോൾ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇന്ററിനും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മത്സരം തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. റയൽ മാഡ്രിഡ് പിന്നെ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിൽ നിന്നൊക്കെ പുറത്തായതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, താങ്ക്സ് ടു ആർസണൽ. സോ എനിവേ അങ്ങനെ ബാഴ്സ ഈ ഒരു സീസണിലെ കോപ്പ ഡെൽ റേ ഫൈനൽ വിജയിച്ചു. റയൽ മാഡ്രിഡിന് കാർലോ ആൻസലോട്ടിക്ക് ഒരു സൂപ്പർബ് സെൻഡ് ഓഫ് കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. കാരണം ഇറ്റ്സ് എ ലെജൻഡറി കോച്ച് റയൽ മാഡ്രിഡ്. സോ അദ്ദേഹത്തിനൊരു ലെജൻഡറി സെൻഡ് ഓഫിനെ കൊടുക്കണം. അതിന് പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഇത് ഒത്തു വന്നതാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ അവസാനം മിസ്റ്റേക്സ് അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് എനിവേ കാർലോ ആൻസലോട്ടി ഉടനെ തന്നെ പോകുമെന്നുള്ളതാണ് റൂമേഴ്സ് കേൾക്കുന്നത്. ബ്രസീലിയൻ ഫെഡറേഷൻ ആസ് പെർ റൂമേഴ്സ് 2030 വേൾഡ് കപ്പ് വരെ ഒരു കോൺട്രാക്റ്റ് ഓഫർ നടത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അധികം വൈകാണ്ട് തന്നെ മെയിൽ തന്നെ ഈ കോച്ച് റയൽ മാഡ്രിഡ് വിടുമെന്നുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എനിവേ ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, മറ്റൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് അലക്സാൻഡർ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.